പ്രിഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ഇന്നലത്തെ സ്മോൾ ക്യാപ്പിൻ്റെ പെർഫോമൻസ് ഇന്നലെ ഉയർന്നിരിക്കുകയായിരുന്നു, ഇന്ന് താഴെ പോയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ബാങ്ക് ഷെയർസും മിഡ് ക്യാപ്പും താഴെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇതേ വോളറ്റിലിറ്റി തുടർച്ചയായി മിഡ് ക്യാപ്പിനെയും സ്മോൾ ക്യാപ്പിനെയും ബാങ്ക് ഷെയർസിനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലാർജ് ക്യാപ്പ് കൂടുതൽ വിട്ടു നിൽക്കുകയാണ്. ലാർജ് ക്യാപ്പിന് ഒരു കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക്, ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നവർക്കും ഒരു കൺസിസ്റ്റൻസി അനുഭവപ്പെടുന്നുണ്ട്. ബട്ട് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അതേ രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി നമുക്ക് ഉറപ്പാക്കാനായി പറ്റില്ല. അപ്പോൾ വോളറ്റിലിറ്റി കൂടുതലുള്ള ഈ ഒരു മാർക്കറ്റിൽ കൂടുതൽ എഫക്റ്റഡ് ആവുന്നത് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ബാങ്ക് ഷെയർസും ഒക്കെയാണ്. മാത്രമല്ല RBIയുടെ റീസെൻറ്റ് റിസർച്ച് പ്രകാരം ബാങ്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആളുകൾ കുറയ്ക്കുകയാണ്. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നവൻ്റെ അളവ് കുറയുകയും, അതായത് ലോണിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ്